50 വർഷത്തോളം പഴക്കമുള്ള ആറ്റിങ്ങലിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഇതാണ്. ഏതു നിമിഷവും നിലം പൊത്താം. പ്രതിദിനം 10,000-കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡിന്റെ ശോചനീയാവസ്ഥ ഒരു ദുരന്തത്തിന് വഴിവെച്ചേക്കും. ഇത് ഇന്നിപ്പോ 2-3 യാത്രക്കാരുടെ പുറത്തൂടെ വീണ് ഇത് മൊത്തത്തിൽ പോയിരിക്കുകയാണ്. മണ്ട മൊത്തം വെള്ളം കെട്ടി നിന്ന് ചോർച്ച ഉണ്ട്. ഇത് പെട്ടെന്ന് ഇത് ശരിയാക്കിയില്ലെങ്കിൽ ഇത് യാത്രക്കാരുടെ പുറത്തൂടെ അത്രയും വീഴും. അതുകൊണ്ട് അടിയന്തരമായി ഇത് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഇത് പുതിയ കെട്ടിടം നിർമ്മിച്ചില്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാവും. വെയിറ്റിംഗ് ഷെഡിന്റെ ഓരോ ഭാഗങ്ങൾ അടർന്നു വീണു തുടങ്ങി. നഗരസഭയ്ക്ക് പ്രതിവർഷം 20 ലക്ഷത്തോളം രൂപ വരുമാനം ലഭിക്കുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന്. എന്നിട്ടും അധികൃതർക്ക് അനങ്ങാപ്പാറ നയമാണ്. പരാതിപ്പെടുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ അല്പം സിമന്റ് തേക്കും. ഇതുമാത്രമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി നഗരസഭ ബസ് സ്റ്റാൻഡിൽ നടത്തുന്ന ഏക മെയിന്റനൻസ് വർക്ക്. ഇത്രയും പഴക്കമുള്ള സാധനം പോലെ വർഷത്തിൽ ഒരു 50-1 ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല. ഇതുകൊണ്ടാണ് കിടക്കുന്നാണ്ട വാഹനങ്ങൾ കയറി പാർക്ക് ചെയ്യാൻ പോലുള്ള സൗകര്യമില്ല. ഒരു ദിവസം കുറഞ്ഞത് എൻ്റെ ഉദ്ദേശം ഒരു 10,000-കണക്കിന് യാത്രക്കാർ ഇതിലെ വരെയും പോവുകയും ചെയ്യുന്നു. 260-270 ബസ്സുകളുണ്ട്. ഒരു മെയിൻ്റനൻസ് പണി ഇവർ ചെയ്യുന്നില്ല. വർഷം തോറും കോൺട്രാക്ട് കൊടുക്കുന്നു, അവർ പൈസ വാങ്ങിക്കുന്നു, പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ പ്രതിഷേധിച്ച് പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയനുകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. നഗരസഭ ബസ് സ്റ്റാൻഡ് മന്ദിരം പുതുക്കി പണിയണമെന്ന നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ACV ന്യൂസ്, ആറ്റിങ്ങൽ.